ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10 +1 +2 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് സ്പീച്ച്. അതായത് സാധാരണ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 മാർക്കിൻ്റെയോ അതല്ലെങ്കിൽ 6 മാർക്കിൻ്റെയോ 8 മാർക്കിൻ്റെയോ ക്വസ്റ്റ്യനായിട്ടാണ് സാധാരണ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുള്ളത്. അതായത് +1 ആൻഡ് +2 ക്വസ്റ്റ്യൻ പേപ്പറിൽ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരാറുള്ളത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്പീച്ച് എന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാത്തിനും എഴുതാൻ പറ്റിയ ഒരു സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങുമാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ സ്പീച്ച് നമ്മൾ എഴുതുന്ന സമയത്ത് മെയിനായിട്ട് 4 പാരഗ്രാഫാക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഫസ്റ്റ് സല്യൂട്ടേഷൻ, ഇൻട്രൊഡക്ഷൻ, അതേപോലെ എക്സ്പ്ലനേഷൻ, കൺക്ലൂഷൻ. ഈ ഒരു രീതിയിലാണ് നമ്മളത് സ്പീച്ച് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് എഴുതേണ്ടത്. അപ്പോൾ ഏതൊരു സ്പീച്ചിൻ്റെ തുടക്കത്തിൽ എഴുതാൻ പറ്റിയ ഒരു സല്യൂട്ടേഷനും അതേപോലെ തന്നെ ഇൻട്രൊഡക്ഷനും പിന്നെ നല്ലൊരു കൺക്ലൂഷനുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കത് എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. റെസ്പെക്റ്റഡ് ഡിഗ്നിറ്ററീസ് ഓൺ ദ സ്റ്റേജ്. ഞാനിവിടെ ഈ ഡിഗ്നിറ്ററീസ് എന്ന വേർഡ് യൂസ് ചെയ്യാനുള്ള കാരണം, ഡിഗ്നിറ്ററീസ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസ് എന്നാണ് മീനിങ്. പല ആൾക്കാരും സ്പീച്ച് എന്ന് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആദ്യം എഴുതുന്നത് റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൾ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്നാണ്. പക്ഷേ നമുക്ക് ഈ ഒരു റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൾ എന്ന സെൻറ്റൻസ് നമുക്ക് സ്കൂളുമായി ബന്ധപ്പെട്ട ആ ഒരു സ്പീച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് ഈ ഡിഗ്നിറ്ററീസ് എന്ന വേർഡ് നമുക്ക് എന്ത് ചെയ്യാം, സ്കൂളിലും ഔട്ട് ഓഫ് ദ സ്കൂളിലും നമുക്ക് ഏതൊരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സല്യൂട്ടേഷൻ നമുക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഡിഗ്നിറ്ററീസ് എന്ന വേർഡ് യൂസ് ചെയ്യാനുള്ള കാരണം. റെസ്പെക്റ്റഡ് ഡിഗ്നിറ്ററീസ് ഓൺ ദ സ്റ്റേജ്, സ്റ്റേജിലുള്ള പ്രധാനപ്പെട്ട വിശിഷ്ടതികളെ, ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ. ഇതാണ് സല്യൂട്ടേഷൻ. ഇനി നമുക്കൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനിലേക്ക് പോവാം. ഓൺ ദീസ് ഗ്ലോറിയസ് ഒക്കേഷൻ, ഈ നല്ല അവസരത്തിൽ, ഫസ്റ്റ് ഓഫ് ഓൾ, ആദ്യമായിട്ട്, ഐ വുഡ് ലൈക്ക് ടു താങ്ക് ദ പ്രോഗ്രാം കമ്മിറ്റി, ഞാൻ എന്ത് ചെയ്യുന്നു, പ്രോഗ്രാം കമ്മിറ്റിയോട് നന്ദി പറയുന്നു. ഫോർ ഗിവിങ് മീ, ആ പ്രോഗ്രാം കമ്മിറ്റി എനിക്ക് നൽകി ദിസ് ഗോൾഡൻ ചാൻസ്, ഈ സുവർണാവസരം. ടു സ്റ്റാൻഡ് ബിഫോർ യു, നിങ്ങളുടെ മുന്നിൽ പ്രസംഗിക്കാൻ അവസരം തന്ന ഈ കമ്മിറ്റിയെ ഞാൻ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു, കമ്മിറ്റിയോട് നന്ദി പറയുന്നു. ഇൻ ദിസ് മൊമെൻറ്റ്, ഈ നിമിഷത്തിൽ, ഐ വുഡ് ലൈക്ക് ടു ഷെയർ സംതിങ് അബൌട്ട് ദ ടോപ്പിക്, ഞാൻ എന്ത് ചെയ്യുന്നു, നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പങ്കുവെക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഇഷ്ടപ്പെടുന്നു. അതായത് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യുന്നു, നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. പിന്നെ ഞാൻ അതിനുശേഷം ഒരു ഇൻവെർട്ട് കോമറ്റ് ഉണ്ട്, അവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ടോപ്പിക്ക് എഴുതേണ്ടത്. ആ ടോപ്പിക്ക് നമുക്ക് എവിടെ ഉണ്ടാവും, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാവും. അപ്പോൾ 2 പാരഗ്രാഫ് കംപ്ലീറ്റ് ആയി. അതായത് ഈ 2 പാരഗ്രാഫിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊരു സ്പീച്ചിൻ്റെയും സല്യൂട്ടേഷനും ഇൻട്രൊഡക്ഷനുമായിട്ട് എഴുതാൻ പറ്റും. ഇപ്പോൾ ഇനി 3ാമത്തെ പാരഗ്രാഫ് എന്ത് ചെയ്യുക, ആ ടോപ്പിക്കിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ക്ലിയർ ആയോ? അതിനാണ് ഞാൻ 2-3 ലൈന് സ്പേസായി വിട്ടിട്ടുണ്ട്. ആ ഭാഗത്താണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആ ടോപ്പിക്കിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. പിന്നെ ഫൈനൽ പാരഗ്രാഫ്, ഐ ഡോണ്ട് വാണ്ട്, ഞാൻ ആവശ്യപ്പെടുന്നില്ല, ടു പ്രലോങ്, ദീർഘിപ്പിക്കാൻ, മൈ വേർഡ്സ്, എൻ്റെ വാക്കുകൾ. പല ആൾക്കാരും ഐ സ്റ്റോപ്പ് മൈ വേർഡ്സ് അങ്ങനെയൊക്കെ എഴുതും, അല്ലെങ്കിൽ ഐ എൻഡ് മൈ വേർഡ്സ് എന്നൊക്കെ എഴുതും. പക്ഷേ അതിനേക്കാൾ ഒന്നുകൂടെ നമുക്ക് ഈ ഒരു രീതിയിൽ യൂസ് ചെയ്യാം. ഐ ഡോണ്ട് വാണ്ട് ടു പ്രലോങ് മൈ വേർഡ്സ്. വൺസ് അഗെയിൻ ഐ എക്സ്പ്രസ്, ഒരു വൺസ് അഗെയിൻ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൂടെ, ഐ എക്സ്പ്രസ് മൈ സിൻസിയർ താങ്ക്സ് ടു വൺ ആൻഡ് ഓൾ, ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവർക്കും എൻ്റെ ആത്മാർത്ഥമായ അല്ലെങ്കിൽ ഹൃദ്യമായ നന്ദി ഞാൻ എന്ത് ചെയ്യുന്നു, അവരോട് നന്ദി പറയുന്നു. അപ്പോൾ നമുക്കിതൊരു കൺക്ലൂഷനായി കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്പീച്ചിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും എഴുതാം. ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ എന്ത് ചെയ്യാം, നിർബന്ധമായിട്ടും പഠിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യനിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ ക്ലാസ് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ വരാം. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.